ക്രിറ്റിസിസം ആൻഡ് തിയറിയിലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സിന്റെ ഓഥർ ആരാണ്? അത് ഫെർഡിനൻഡ് ഡി സെഷൂർ ആണ് കേട്ടോ. പിന്നെ ലാങ്ങും പരോളും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ. ലാങ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഒരു ലാംഗ്വേജിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നമ്മൾ ലാങ് എന്ന് പറയുന്നത്. പിന്നെ പരോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ അറ്ററൻസ്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ സ്പീച്ച് ആക്ട്. അതായത് ഒരു ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ലാംഗ്വേജിനെ റിയൽ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നത്, അതാണ് പരോൾ എന്ന് പറയുന്നത്. സബോൾട്ടേൺ എന്നുള്ള ടേമിനെ ഫസ്റ്റ് യൂസ് ചെയ്തത് അന്റോണിയോ ഗ്രാംഷിയാണ് കേട്ടോ. സബോൾട്ടേണിന്റെ മീനിങ്ങും മനസ്സിലാക്കിയിരിക്കുക. ഹമേർഷ്യ എന്ന് പറയുന്നത് എന്താണ്? ഹമേർഷ്യ എന്ന് പറയുന്നത് എറർ ഇൻ ജഡ്ജ്മെന്റ്. അതായത് ഒരു ഹീറോയുടെ ട്രാജഡിയിൽ അയാളുടെ ഏത് കാര്യമാണ് അയാളെ ട്രാജഡിയിലേക്ക് നയിക്കുന്നത്, അയാളുടെ ക്യാരക്ടറിലുള്ള എറർ എന്താണ്, അല്ലെങ്കിൽ ഒരു ഫ്ലോ എന്താണ്, അതാണ് ഹമേർഷ്യ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഗ്രാൻഡ് സ്റ്റൈൽ എന്ന് വെച്ചാൽ എന്താണ്? ഡിഗ്നിഫൈഡ് സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനെയാണ് ഗ്രാൻഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, മിൽട്ടന്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ നമ്മൾ ഗ്രാൻഡ് സ്റ്റൈൽ എന്നാണ് പറയുന്നത്. അതായത് ഒരു സബ്ജക്റ്റ് മാറ്ററിനെ നല്ല രീതിയിൽ ഹൈപ്പ് കൊടുത്ത് എലിവേറ്റ് ചെയ്ത് വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടും സ്റ്റൈലൈസ്ഡ് ആയിട്ടും എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ലോഫ്റ്റി ഡിഗ്നിഫൈഡ് സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനെയാണ് ഗ്രാൻഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് എപ്പിക് പോയട്രി. എക്സാമ്പിൾ, മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ്. ഡീഫെമിലറൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡീഫെമിലറൈസേഷൻ എന്ന് വെച്ചാൽ ഒരു റഷ്യൻ ടേം ആണ്, ഒരു റഷ്യൻ കോൺസെപ്റ്റ് ആണ്. അതായത് ഒരു ലിറ്റററി ടെക്നിക്കാണ്. ഫെമിലിയർ ആയിട്ട് നമുക്ക് വരുന്ന ഒബ്ജക്റ്റുകളെ സ്ട്രെയിഞ്ച് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രഷ് പേഴ്സ്പെക്റ്റീവ് വെച്ചിട്ട് അവതരിപ്പിക്കുന്നു. അതാണ് ഡീഫെമിലിയറൈസേഷൻ എന്ന് പറയുന്നത്. വിക്ടർ ഷോക്ലോവസ്കിയാണ് ഇത് കോയിൻ ചെയ്തത്. ദെൻ ന്യൂ ക്രിറ്റിസിസത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ക്ലോസ് റീഡിംഗ് ഉണ്ട്, ടെക്സ്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ആണ് ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി, ഓതറിനോ മറ്റു ഡീറ്റെയിൽസിനോ ഒരു ഇമ്പോർട്ടൻസും ഇല്ല. അതുപോലെ തന്നെ ലിറ്റററി ഡിവൈസസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതായത് ടെക്സ്റ്റിനകത്തുള്ള ഐറണി, മെറ്റഫർ, സിമിലി, പാരഡോക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. വാട്ട് ഈസ് ഇൻസൈഡ് എ ടെക്സ്റ്റ്, അതിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. പാരഡോക്സ് എന്ന് വെച്ചാൽ എന്താണ്? സെൽഫ് കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ പാരഡോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ അതിനകത്ത് ഒരു ഡീപ്പർ ട്രൂത്ത് കാണും. ദെൻ വക്രോക്തിയുടെ ചീഫ് എക്സ്പൊണന്റ് എന്ന് പറയുന്നത് കുന്തകയാണ്. പിന്നെ ഡെന്യൂമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു നെറേറ്റീവിന്റെ ഫൈനൽ റെസൊല്യൂഷനെയാണ് ഡെന്യൂമെന്റ് എന്ന് പറയുന്നത്. അതായത് കോൺഫ്ലിക്റ്റുകളെല്ലാം റിസോൾവ് ചെയ്ത് സ്റ്റോറി കൺക്ലൂഡ് ചെയ്യുന്ന ആക്ടിനെയാണ് നമ്മൾ, ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഡെന്യൂമെന്റ് എന്ന് പറയുന്നത്. ദെൻ അരിസ്റ്റോട്ടലിന്റെ വ്യൂ എന്താണ്? ട്രാജഡിയെ അരിസ്റ്റോട്ടൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് കാണാതെ പഠിച്ചു വെക്കുക. പിന്നെ ട്രാജഡി എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആക്ഷന്റെ ഇമിറ്റേഷൻ. അത് സീരിയസ് ആയിരിക്കും, കംപ്ലീറ്റ് ആയിരിക്കും, ആളുകളുടെ മനസ്സിൽ പിറ്റി അല്ലെങ്കിൽ ഫിയർ കൊണ്ടുവന്ന് അതുവഴി കഥാർസിസിന് വഴിയൊരുക്കുന്നു കേട്ടോ. കഥാർസിസ് എന്ന് വെച്ചാൽ ഇമോഷൻസിനെ റിലീസ് ആക്കാൻ സഹായിക്കുന്നു. ദെൻ മാത്യു ആർണോൾഡ് ഒരു ക്രിട്ടിക്കായിട്ട് മാറുന്നതിനെ കുറിച്ചുള്ള, അതായത് മാത്യു ആർണോൾഡ് എസ് എ ക്രിട്ടിക്. അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാത്യു ആർണോൾഡ് മോറൽ പേർപ്പസ് ഓഫ് ലിറ്ററേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ടച്ച് സ്റ്റോൺ മെത്തേഡിനെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞു പോയേക്കണം. ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്താണെന്ന് ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ വലിയ വലിയ ആളുകളുടെ, എഴുത്തുകാരുടെ റൈറ്റിങ്ങിനകത്തുനിന്ന് ചില പാസേജസ് സെലക്ട് ചെയ്തിട്ട് ആ പാസേജ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ള എഴുത്തുകാരുടെ വർക്കിനെ കമ്പയർ ചെയ്യുന്നു. ദെൻ ഈലിയട്ടിന്റെ കോൺസെപ്റ്റ് ഓഫ് ഇംപേഴ്സണാലിറ്റി എന്താണ്? ഈലിയട്ട് പറയുന്നതെന്ന് വെച്ചാൽ പോയറ്റിന്റെ ഇമോഷൻസ് ആർട്ടിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുക വിത്തൗട്ട് എനി പേഴ്സണൽ ഇന്റർഫിയറേഷൻ. അതായത് ഒരു പേഴ്സണലായിട്ട് യാതൊരു വിധത്തിലുള്ളൊരു ഫേവറേറ്റിസവും കാണിക്കാതെ, പേഴ്സണൽ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ വേണം എപ്പോഴും പോയറ്റ് എഴുതാൻ. അയാളുടെ ഇമോഷൻസ് ആർട്ടാക്കി മാറ്റുമ്പോൾ അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഒന്നും ഇതിനകത്ത് വരാൻ പാടില്ല. ഒബ്ജക്റ്റീവ് ആയിരിക്കണം പോയട്രി, എപ്പോഴും സബ്ജക്റ്റീവ് ആകാൻ പാടില്ല. ഫാൻസി ഇമാജിനേഷൻ എന്താണ്? കോൾറിഡ്ജ് ആണ് ഫാൻസി ഇമാജിനേഷൻ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്ത്. ഫാൻസി എന്ന് വെച്ചാൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി. ഇമാജിനേഷൻ എന്ന് വെച്ചാൽ അത് ഡീപ്പറാണ്, പിന്നെ എന്താണ്, അത് സൂപ്പർഫിഷ്യൽ അല്ല, അത് ഓർഗാനിക് ആണ്. സബോൾട്ടേൺ സ്റ്റഡീസ് എന്ന് വെച്ചാൽ എന്താണ്? സബോൾട്ടേൺ സ്റ്റഡീസ് എന്ന് വെച്ചാൽ മാർജിനലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ കുറിച്ചുള്ള പഠനം. ഓക്കെ, പിന്നെ യൂറോ സെൻട്രിസിസം എന്ന് വെച്ചാൽ എന്താണ്? യൂറോപ്യൻ കൾച്ചറിനും യൂറോപ്യൻ ഹിസ്റ്ററിക്കും യൂറോപ്യൻ വാല്യൂസിനെയും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രയോറിറ്റൈസ് ചെയ്ത് സെൻട്രലാക്കി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളതിനെയെല്ലാം മാർജിനലൈസ് ചെയ്ത് വെക്കുക. അതാണ് യൂറോ സെൻട്രിസിസം. ബ്ലാക്ക് ഫെമിനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് വിമണിനെ ഹൈലൈറ്റ് ചെയ്ത് അവരുടെ എക്സ്പീരിയൻസിനെ, യൂണീക്ക് എക്സ്പീരിയൻസിനെയൊക്കെ എംഫസൈസ് ചെയ്ത് റേസിസവും സെക്സിസവും അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ളതാണ് ഫെമിനിസ്റ്റിക് മൂവ്മെന്റ് ആണ് ബ്ലാക്ക് ഫെമിനിസം. ബ്ലാക്ക് ഫെമിനിസം ഒക്കെ പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള റൈറ്റേഴ്സിന്റെ കാര്യങ്ങൾ എഴുതിക്കോണം. ഓക്കെ, ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് വെച്ചാൽ എന്താണ്? അതൊരു ഫ്രോഡിയൻ കോൺസെപ്റ്റ് ആണ്. അതായത് മദർ ഫിക്സേഷൻ എന്നാണ് അതിനെ പറയുന്നത്. ഓപ്പോസിറ്റ് സെക്സ് പാരന്റിനോട് തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് അൺകോൺഷ്യസ് ആയിട്ടുള്ള സെക്ഷൽ ഡിസയർ. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹാംലെറ്റിനകത്ത് ഈഡിപ്പസ് കോംപ്ലക്സ് ആണ് വരുന്നത്. ഹാംലെറ്റിന്റെ അമ്മയെ ഹാംലെറ്റിന്റെ കൊച്ചച്ഛൻ കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കൈൻഡ് ഓഫ് സെക്ഷൽ ജലസി,
അതാണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് കേട്ടോ. അമ്മയെ മറ്റൊരാൾ സ്വന്തമാക്കുന്നു എന്നുള്ളത് ഈഡിപ്പസ് കോംപ്ലക്സ്. ദെൻ അടുത്തത് ആർബിറ്റർനെസ് എന്ന് വെച്ചാൽ എന്താണ്? ആർബിറ്റർനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നിഫയറും സിഗ്നിഫൈഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും ആർബിറ്ററി ആയിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അതൊരിക്കലും ഫിക്സഡ് അല്ല. സിഗ്നിഫയർ വേർഡ്, സിഗ്നിഫൈഡ് എന്ന് വെച്ചാൽ കോൺസെപ്റ്റ്. പ്ലോട്ടും യൂണിറ്റീസിനെ കുറിച്ച് അരിസ്റ്റോട്ടിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്ന. ഒരു യൂണിഫൈഡ് പ്ലോട്ട് ഉണ്ടായിരിക്കണം. ആ യൂണിഫൈഡ് പ്ലോട്ട് എന്ന് വെച്ചാൽ ഒരു കറക്റ്റ് ബിഗിനിങ്ങും മിഡിലും എൻഡും ഉണ്ടായിരിക്കണം. ത്രീ യൂണിറ്റീസ് ഏതൊക്കെയാണ്? യൂണിറ്റീസ് ഓഫ് ആക്ഷനും ടൈമും പ്ലേസിലും വെച്ചിട്ട് വേണം ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ. യൂണിറ്റീസ് ഓഫ് ആക്ഷൻ എന്ന് വെച്ചാൽ ഒരേ ഒരു ആക്ഷനെ കാണാവൂ അതിനകത്ത്. പിന്നെ ടൈം എന്ന് പറയുമ്പോൾ 24 hours തന്നെ തീരണം അല്ലെങ്കിൽ നടക്കണം. പ്ലേസ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് തന്നെ നടന്നോളാം. പിന്നെ ഭരതമുനിയുടെ സ്ഥായി ഭാവാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ ഈസ്തറ്റിക്സിലെ കോറായിട്ടുള്ള ഇമോഷണൽ സ്റ്റേറ്റുകളാണ് സ്ഥായി ഭാവാസം എന്ന് പറയുന്നത്. അതായത് ലവ്, ആങ്കർ ആൻഡ് സോറോ. അതാണ് അത് രസ തിയറിയുടെ ബേസിസ് ആണ് കേട്ടോ. ക്ലോസ് റീഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ടെക്സ്റ്റിനെ നമ്മൾ അതിൻ്റെ ലാംഗ്വേജും സ്ട്രക്ചറും ലിറ്റററി ഡിവൈസസും മാത്രം വെച്ചിട്ട് അനലൈസ് ചെയ്യുന്നു. അതാണ് ക്ലോസ് റീഡിംഗ്. പിന്നെ പ്ലേറ്റോയുടെ കണ്ടംനേഷൻ ഓഫ് പോയട്രി എന്താണ്? പ്ലേറ്റോ എങ്ങനെയാണ് ക്രിട്ടിസൈസ് ചെയ്ത് പോയട്രിയെ? പ്ലേറ്റോ പറഞ്ഞത് പോയട്രി എന്ന് പറയുന്നത് റീസൺ ഇല്ല, അതിനകത്ത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് ജസ്റ്റ് ഇമോഷണൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ അപ്പീൽ ചെയ്യുന്ന കാര്യം മാത്രമാണ്. അത് നമ്മളെ മോറലി കറപ്റ്റ് ചെയ്യുന്നു, ഇഗ്നറൻസിലോട്ട് നയിക്കുന്നു എന്നാണ് പ്ലേറ്റോ പറഞ്ഞത്. ലിറിക്കൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? വേർഡ്സ്വർത്ത് പറഞ്ഞത് സിമ്പിൾ ലാംഗ്വേജിൽ എഴുതുക, ഓർഡിനറി ലൈഫിനെ ഡെപ്പിക്റ്റ് ചെയ്യുക. പിന്നെന്താണ്? പോയട്രിയെ ഡെമോക്രറ്റൈസ് ചെയ്ത് എഴുതുക, അതായത് സാധാരണപ്പെട്ട ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതുക. അങ്ങനെയുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്യുക. ദെൻ പോസ്റ്റ് കൊളോണിയലിസം എന്ന് വെച്ചാൽ എന്താണ്? അതൊരു ക്രിട്ടിക്കൽ തിയറിയാണ്. കൾച്ചറൽ, പൊളിറ്റിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇമ്പാക്റ്റ് ഓഫ് കോളനൈസേഷൻ. പിന്നെ അത് തമ്മിലുള്ള പവർ ഡൈനാമിക്സും ഐഡൻറ്റിറ്റിയും അങ്ങനെയുള്ള കോൺസെപ്റ്റുകളെയാണ് പോസ്റ്റ് കൊളോണിയലിസം ഡീൽ ചെയ്യുന്നത്. അതായത് ആഫ്റ്റർ കൊളോണിയലിസം എന്തൊക്കെയാണ് സംഭവിച്ചത്. ദെൻ 2 വെറൈറ്റീസ് ഓഫ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ലിബറൽ ഫെമിനിസത്തിനെ കുറിച്ചും റാഡിക്കൽ ഫെമിനിസത്തിനെ കുറിച്ചുമാണ് പറയേണ്ടത്. ലിബറൽ ഫെമിനിസം എന്ന് പറയുന്നത് ഈക്വാളിറ്റിയെ ഫോക്കസ് ചെയ്യുന്നു. അത് നമുക്ക് ലിറ്ററേച്ചറിനകത്ത് കാണാൻ സാധിക്കും. റാഡിക്കൽ ഫെമിനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേട്രിയാർക്കിയെക്കുറിച്ച് നല്ല ഡീപ്പായിട്ട് എക്സാമിൻ ചെയ്യുന്നു. പിന്നെ ഡ്രൈഡൻ്റെ വ്യൂ എന്താണ് പോയട്രിയെക്കുറിച്ച്? ഡ്രൈഡൻ പറയുന്നത് പോയറ്റിക് ക്രിയേറ്റിവിറ്റിക്കായിരുന്നു ഡ്രൈഡൻ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ക്ലാസിക്കൽ ട്രഡീഷനും മോഡേൺ ആയിട്ടുള്ള ഇന്നോവേഷൻസും തമ്മിൽ ബ്ലെൻഡ് ചെയ്തിട്ട് വേണം എഴുതുന്നതെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്, ഡ്രൈഡൻ അഭിപ്രായപ്പെട്ടത്. പിന്നെ റഷ്യൻ ഫോർമലിസം എന്ന് വെച്ചാൽ എന്താണ്? റഷ്യൻ ഫോർമലിസം ഒരു ലിറ്ററി തിയറിയാണ്. ഒരു ടെക്സ്റ്റിലെ ഫോമിനും ടെക്നിക്കുകൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതായത് നമ്മുടെ സിമിലി, മെറ്റഫർ, ഇങ്ങനെയുള്ള ലിറ്ററി ഫോംസ്, അതിനകത്ത് കിടക്കുന്ന ഫോമും സിമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, ഫിഗർ ഓഫ് സ്പീച്ച്, അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് റഷ്യൻ ഫോർമലിസം. പിന്നെ ഔചിത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ ഈസ്തറ്റിക് കോൺസെപ്റ്റാണ് ഔചിത്യ എന്ന് വെച്ചാൽ അപ്രോപ്രിയേറ്റ്നെസ്. ഡെറിയുടെയും ഡീകൺസ്ട്രക്ഷനും ഞാൻ നേരത്തെ ഡീകൺസ്ട്രക്ഷൻ എന്നുള്ള ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഡ്വേർഡ് സൈഡിൻ്റെ ഓറിയന്റലിസം എന്ന് വെച്ചാൽ എന്താണ്? അതായത് എഡ്വേർഡ് സൈഡ് വെസ്റ്റേൺ സ്റ്റീരിയോടൈപ്സിനെ എല്ലാം ക്രിട്ടിസൈസ് ചെയ്തിട്ട് പിന്നെ ആ വെസ്റ്റ് എങ്ങനെയാണ് ഈസ്റ്റിനെ പെർസീവ് ചെയ്യുന്നതെന്നും പിന്നെ വെസ്റ്റാണ് ഓറിയന്റ് എന്നുള്ള ടേം കൺസ്ട്രക്ട് ചെയ്തതെന്നും അവരുടെ ഡോമിനൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടേം കൊണ്ടുവന്നതെന്നുമാണ് ഓറിയന്റലിസത്തിനകത്ത് എഡ്വേർഡ് സൈഡ് പറയുന്നത്. പിന്നെ എഡ്വേർഡ് സൈഡ് പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ വെസ്റ്റ് ഈസ്റ്റിനെ എപ്പോഴും അൺസിവിലൈസ്ഡ് ആയിട്ടും പ്രിമിറ്റീവായിട്ടും ഒക്കെയാണ് കാണുന്നത്. ദെൻ കേറ്റ് മില്ലറ്റിൻ്റെ സെക്ഷൽ പോളിറ്റിക്സ് എന്നുള്ള വർക്കിനകത്ത് എന്താണ് പറഞ്ഞേക്കുന്നത്? അതായത് എങ്ങനെയാണ് ലിറ്ററേച്ചർ പേട്രിയാർക്കിയെ സപ്പോർട്ട് ചെയ്യുന്നത്, ജെൻഡർ ഈക്വാളിറ്റി എന്താണ്, എങ്ങനെയാണ്, അല്ലെങ്കിൽ ജെൻഡർ ഇനിക്വാളിറ്റി എങ്ങനെയാണ് ലിറ്ററേച്ചറിനകത്ത് പോർട്രേ ചെയ്ത് പോകുന്നത്, അതിനെക്കുറിച്ചാണ് ഇതിനകത്ത് പഠിക്കുന്നത്. ദെൻ പോസ്റ്റ് മോഡേൺ ഹൈപ്പർ റിയാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അത് ബോർഡറിലാടെന്ന് പറഞ്ഞ് ഒരാൾ കൊണ്ടുവന്ന കോൺസെപ്റ്റാണ്. അയാൾ റിയാലിറ്റിയെക്കുറിച്ച് പറയുവാണ്. അതായത് നമ്മളിപ്പോൾ കാണുന്ന നമുക്ക് ചുറ്റിനുള്ള കാര്യങ്ങളെല്ലാം വെറും കോപ്പീസ് മാത്രമാണ്, റിയാലിറ്റി അല്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് മീഡിയ വഴിയും ടെക്നോളജി വഴിയും റിയാലിറ്റിയെ ബ്ലർ ചെയ്ത് എന്താണ് റിയൽ എന്നുള്ളതിനെ ബ്ലർ ചെയ്തിട്ട് വെറും കോപ്പീസ് മാത്രമാണ് നമുക്ക് കാണിക്കുന്നത്. ഇനി എന്താണ് സെമിയോളജിയും സിമിയോട്ടിക്സും? രണ്ടും സൈനിനെ കുറിച്ചും സിമ്പിൾസിനെ കുറിച്ചും പഠിക്കുന്നതാണ് സെമിയോളജി അല്ലെങ്കിൽ സിമിയോട്ടിക്സ്. സിമിയോളജി കൊണ്ടുവന്ന സെഷൂറാണ്. അത് ലിംഗ്വിസ്റ്റിക് സിസ്റ്റത്തിനെ ഫോക്കസ് ചെയ്യുന്നു. സിമിയോട്ടിക്സ് എന്ന് പറയുന്നത് സൈൻ സിസ്റ്റത്തിനെയാണ് ഫോക്കസ് ചെയ്ത്. അത് CS പിയേഴ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്, PEIRCE. ദെൻ എസ്സേ ആണെങ്കിൽ പ്ലേറ്റോ എസ്സേ ക്രിട്ടിക്ക് ചോദിക്കാം. പിന്നെ വേർഡ്സ്വർത്തിന്റെ ഫിലോസഫി എന്താണ്? അപ്പോൾ അത് മൊത്തത്തിൽ എഴുതണം. ലിറിക്കൽ ബാലൻസിനകത്ത് പറഞ്ഞ കാര്യങ്ങളും എല്ലാം എഴുതിക്കോണം. എലൈൻ ഷോവോൾട്ടറിൻ്റെ ഫെമിനിസ്റ്റ് ക്രിറ്റിസം, അതായത് മറ്റേ ഫെമിനൈൻ എന്താണ്, ഫെമിനിസ്റ്റ് എന്താണ്, ഫീമെയിൽ എന്താണ്, ആ 3 കാര്യങ്ങളും പിന്നെ അവരുടെ എസ്സേക്കകത്ത് പറയുന്ന കാര്യങ്ങളും പറയണം. ഫെമിനൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫേസിൽ നമ്മൾ സ്ത്രീ റൈറ്റേഴ്സ് മെയിൽ റൈറ്റേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്തായിരുന്നു എഴുതിയിരുന്നത്. ഫെമിനിസ്റ്റ് എന്ന് വെച്ചാൽ പേട്രിയാർക്കിക്കൽ സ്ട്രക്ചേഴ്സിനെ ചലഞ്ച് ചെയ്യുന്നു. ഫീമെയിൽ എന്ന് വെച്ചാൽ ഫീമെയിൽ ക്രിയേറ്റിവിറ്റിയെ എന്ത് ചെയ്യുന്നു, ഡിസ്കവർ ചെയ്യുന്നു.
പിന്നെ സെഷൂറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് ലിംഗ്വിസ്റ്റിക്സ്, അതായത് സ്ട്രക്ചറലിസത്തിനകത്ത് ഞാൻ പറഞ്ഞു തന്ന സൈന്, സിഗ്നിഫയർ, സിഗ്നിഫൈഡ്, ലാങ്, പെറോള്, സിങ്ക്രോണിക്, ഡൈക്രോണിക്, സിൻടാഗ്മാറ്റിക്, പാരഡിഗ്മാറ്റിക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം ഇതിനകത്ത് എഴുതി പോകാൻ. പിന്നെ അരിസ്റ്റോട്ടലിൻ്റെ 6 കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ട്രാജഡി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട്, ഡിക്ഷൻ, സോങ്, സ്പെക്ടക്കിൾ. പിന്നെ അത് പറയുമ്പോൾ ആദ്യം അരിസ്റ്റോട്ടലിനെ കുറിച്ച് പറയുക, ട്രാജഡിയെ അദ്ദേഹം ഡിഫൈൻ ചെയ്തേക്കുന്നത് കാണാതെ പഠിച്ചെഴുതുക, പിന്നെ ട്രാജഡിയെക്കുറിച്ച് കാര്യങ്ങൾ പറയുക, ഒരു ട്രാജിക് ഹീറോ എങ്ങനെയാണെന്നും പ്ലോട്ട് എങ്ങനെ ആയിരിക്കണമെന്നും ക്യാരക്ടർ എങ്ങനെ ആയിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി പോകണം. പിന്നെ ലോഞ്ചൈനസിൻ്റെ ഓൺ ദ സബ്ലൈം. ലോഞ്ചൈനസിൻ്റെ ഓൺ ദ സബ്ലൈം എന്ന് പറയുന്നത് സബ്ലിമിറ്റിയെക്കുറിച്ച് പറയുക. ഗ്രേറ്റ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് സബ്ലിമിറ്റി എങ്ങനെ അച്ചീവ് ചെയ്യുന്നത്, നല്ല ലാംഗ്വേജിലൂടെയും പവർഫുൾ ഇമോഷൻസിലൂടെയും നോബിൾ ഐഡിയാസിലൂടെയും ഒക്കെയാണ് അച്ചീവ് ചെയ്യുന്നത്. അപ്പം ആ ലോഞ്ചൈനസിൻ്റെ വീഡിയോ കേട്ടിട്ട് ഇത് എഴുതിക്കൊള്ളണം.